ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 36 സ്വാഗതം. കുഞ്ഞുമോൾക്ക് ഈ ഏട്ടനെ പേടിയാണോ? അവൻ പതിയെ അവളെ തൻ്റെ തോളോട് ചേർത്തു. കുഞ്ഞുമോളും ചുമൽ കൂച്ചിക്കൊണ്ട് തല വെട്ടിച്ചു. എന്നാ വാ. അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് അർജുൻ മുന്നോട്ട് നടന്നു. കുഞ്ഞുമോൾ ഇവിടെ ഇരിക്കി, എങ്ങും പോയി കളഞ്ഞേക്കല്ലേ, അവൾ ഒരു ടേബിളിനരികിൽ ഇരുത്തിക്കൊണ്ട് അർജുൻ പറഞ്ഞു. കുഞ്ഞുമോളിൽ വേവലാതി നിറഞ്ഞ നോട്ടം. അവൻ അവളെ അവിടെയാക്കിയിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരാദിയും. പുറത്തൊന്നും തനിച്ചു പോയി ശീലിച്ചിട്ടില്ലാത്തവളാണല്ലോ. ത്രേസ്യ എന്ന അമ്മ പക്ഷിയുടെ ചിറകിനുള്ളിലെ 2 പക്ഷിക്കുഞ്ഞുങ്ങളായിരുന്നല്ലോ നയനയും നീനുവും. നയന ആ തണലിൽ നിന്നും സ്വന്തം ചിറകുകൾ വിരിച്ചു അർജുൻ എന്ന പക്ഷിയുടെ ആകാശത്തിലേക്ക് ചേക്കേറി. ഞാൻ അവിടെ എന്താ കഴിക്കാനുള്ളതെന്ന് നോക്കിയിട്ട് വരാം. പേടിച്ച മുഖവുമായി ചുറ്റും നോക്കുന്നവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവൻ പറഞ്ഞു. അവർ ഇവിടെ വരുമോ? അവൻ്റെ മുഖത്തേക്ക് മിഴികൾ ഉയർത്തിക്കൊണ്ടവൾ ഭയത്തോടെ ചോദിച്ചു. ആര്? അർജുൻ നിറഞ്ഞു വരുന്ന മിഴികളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഞങ്ങളുടെ വീട് കത്തിച്ച ഗുണ്ടകൾ. എനിക്ക് പേടിയാകുന്നു. കുഞ്ഞുമോളുടെ വാക്കുകൾ തേങ്ങലായി പുറത്തു വന്നതും അവൻ അവളെ അത്രയും പ്രിയമോടെ തൻ്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. അവളുടെ തല തൻ്റെ വയറിൽ ചായ്ച്ചു വെച്ചു. ആ കുഞ്ഞുകുട്ടിയുടെ മനസ്സിലെ പേടിയെ തൻ്റെ നെഞ്ചിലെ ചൂടുകൊണ്ട് മായ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. വാ, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. അവനും ആ അന്തരീക്ഷം വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. ഹോസ്പിറ്റലിലുള്ള മുഴുവൻ ആളുകളും ആ ക്യാൻറ്റീനിൽ ഉണ്ടെന്ന് തോന്നിപ്പോകും. ആ വന്നവരെയൊക്കെ ഈ ഏട്ടനെ അടിച്ചു നിലം പരിശാക്കിയത് കണ്ടില്ലേ? എല്ലാത്തിൻ്റെയും എല്ല് വെള്ളമായി കാണും. കുഞ്ഞുമോളെ തോളോട് ചേർത്ത് പോകുന്ന നേരം അർജുൻ പറഞ്ഞു. അപ്പോ ഏട്ടൻ റൗഡിയാണോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ആ, കൊച്ചു റൗഡി തന്നെ. നമ്മളെ തകർക്കാൻ വരുന്നവരെ ഓടിക്കാനുള്ള റൗഡിത്തരമൊക്കെ കയ്യിലുണ്ട്. പിടിച്ചു നിൽക്കണ്ടേ? അർജുൻ കുഞ്ഞുമോളുടെ കയ്യിൽ പിടിച്ച് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലേക്ക് നടന്നു. ഞാൻ വരുന്നില്ല, എനിക്കിവിടെ നിന്നൊന്നും കഴിക്കണ്ട. കുഞ്ഞുമോൾക്ക് വീണ്ടും പേടി തുടങ്ങി. നമ്മൾ വന്നത് ഈ കാറിലല്ലേ? നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചിട്ട് വരാം. ചേച്ചി ഉണർന്നാൽ അന്വേഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടവൻ കുഞ്ഞുമോളെ മുൻ സീറ്റിലിരുത്തി. ആരെയാ ചേച്ചി അന്വേഷിക്കുക? ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇടുന്നവനോടായി അവൾ ആലോചനയോടെ ചോദിച്ചു. നിന്നെ കുഞ്ഞുമോളെ അന്വേഷിക്കില്ലേ? ചേച്ചി പേടിക്കില്ലേ? എൻ്റെ കുഞ്ഞുമോളെ ദൂരെ കൊണ്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ച് എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? അവളുടെ മുഖത്തേക്ക് വന്ന മുടിയിഴകൾ കൈകൊണ്ട് ഒതുക്കി കുഞ്ഞുമോൾക്കും സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്തു. നിങ്ങൾ ചേച്ചിയുടെ ലൈന? എന്തോ ചിന്തിച്ചിരിക്കുന്നവളോട് എന്തോർത്തിരിക്കുകയാണെന്ന് ചോദിക്കാൻ വന്നവൻ അവളുടെ ചോദ്യം കേട്ട് സ്റ്റിയറിംഗ് കയ്യിൽ നിന്നൊന്ന് പാളിയോ എന്നൊരു സംശയം. അതെന്താ കുഞ്ഞുമോൾ അങ്ങനെ ചോദിച്ചത്? അവൻ വിട്ടുകൊടുത്തില്ല. ഒരു പക്ഷെ അവനാ കുടുംബാംഗങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ ഈ മോളൊരു പിടിവള്ളി ആയാലോ? അല്ല, ഞങ്ങളെ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഇപ്പോൾ ഭക്ഷണം വാങ്ങിത്തരാൻ കൊണ്ടുപോകുന്നു, കുഞ്ഞുമോൾ നുള്ളിപ്പെറുക്കി പറഞ്ഞു. ആ നേരം തന്നെ കാർ റോഡരികിലെ സിഗ്നൽ കടന്ന് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ നിർത്തി. നല്ല കാര്യങ്ങൾ സംസാരിക്കും മുമ്പേ ഭക്ഷണം കഴിപ്പിക്കുന്നത് നല്ലതാ. അതൊക്കെ മനുഷ്യത്വമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? അതോ ഇതൊക്കെ ലൈന് മാത്രമേ ചെയ്യുള്ളൂ എന്നാണോ കുഞ്ഞുമോൾ ധരിച്ചു വെച്ചത്? അർജുൻ ആ കുഞ്ഞു കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. ആ മിഴികളിലെ തിളക്കത്തിന് നയനയുടെ കണ്ണുകളുടെ അതേ ഭാവമായിരുന്നു. പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ നയനയെ കാണാനുള്ള തീവ്രമായ ഒരു ആഗ്രഹം തിരതല്ലി. നമുക്ക് വേഗം കഴിച്ചിട്ട് പോകാം. അർജുൻ ഇറങ്ങാൻ ധൃതി കൂട്ടി. അവൻ ഇറങ്ങി കാറിൻ്റെ മുൻവശത്തു കൂടെ കറങ്ങി. കുഞ്ഞുമോളുടെ അടുത്തെത്തിയിട്ടും അവൾ ഇറങ്ങിയിട്ടില്ല. അർജുൻ പോയി ആ ഡോർ തുറന്നു കൊടുത്തു. സീറ്റ് ബെൽറ്റ് അയക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമോള്. ഞാനതങ്ങ് വിട്ടുപോയി. അർജുൻ വേഗം അത് അഴിച്ചു കൊടുത്തു. കുഞ്ഞുമോൾക്ക് വയറു പൊട്ടും വരെ കഴിക്കാനുള്ളതൊക്കെ ഓർഡറാക്കി അർജുൻ ഇരുന്നു. അവൾക്ക് മുമ്പിൽ നിരത്തി വെച്ച വിഭവങ്ങൾ നിറഞ്ഞ പ്ലേറ്റുകൾ കണ്ട് കുഞ്ഞുമോൾ അതിശയത്തോടെ കണ്ണുകൾ വിടർത്തി നോക്കിയിരുന്നു. അവൾ ആ ഭാവത്തോടെ മിഴികൾ വിടർത്തി അർജുനെ നോക്കി. എല്ലാം നല്ല രുചിയുള്ളതല്ലേ, കഴിക്ക്. അർജുൻ അവളുടെ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുത്തു.
ഇതൊന്നും ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ രുചി അറിയുക? കുഞ്ഞുമോളുടെ ആ ചോദ്യം കേട്ട് അർജുൻ്റെ ഉള്ളൊന്ന് വിങ്ങി. അവളുടെ നോട്ടത്തിൽ ഒരുതരം ശൂന്യതയുണ്ടായിരുന്നു. ഇനി എൻ്റെ കുഞ്ഞുമോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ, എല്ലാം ഈ ഏട്ടൻ വാങ്ങിത്തരും, അർജുൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അതിന് ഏട്ടൻ ഇവിടെ ഉണ്ടാകില്ലല്ലോ. ചേച്ചി ഉണർന്ന് കണ്ടതിന് ശേഷം തിരികെ പോകില്ലേ? എന്തോ അങ്ങനെ ചോദിക്കുമ്പോഴും കുഞ്ഞുമോൾക്ക് അവൻ എങ്ങും പോകണ്ട എന്നൊരു തോന്നൽ, നഷ്ടപ്പെടുത്താൻ തോന്നാത്തൊരു സഹോദരി ബന്ധം. അവൻ്റെ സംസാരങ്ങളിൽ അവനുമായി എന്നോ പരിചയമുള്ളൊരു തോന്നൽ. എന്നാര് പറഞ്ഞു ഞാൻ ഇനി എങ്ങും പോകില്ല? കുഞ്ഞുമോളല്ലേ പറഞ്ഞത് ഞാൻ ചേച്ചിയുടെ ലൈനാണെന്ന്. ലൈനിന് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അർജുൻ ഒരു കള്ളച്ചിരിയോടെ ഒന്നും അറിയാത്തവനെ പോലെ പറഞ്ഞു. അപ്പം ശരിക്കും ചേച്ചിയോട് ഇഷ്ടമാണോ? ചാടി പിടിച്ച് എഴുന്നേറ്റ് കൊണ്ട് കുഞ്ഞുമോൾ ചോദിച്ചു. അവളുടെ അടിവയറിൽ ഒരു തരം സന്തോഷം ഉരുണ്ടു വരുന്നത് അവൾ അറിയുന്നുണ്ട്. കുഞ്ഞുമോൾ അവിടെ ഇരിക്കും, ഞാൻ പറയാം. അവളുടെ വെപ്രാളം കണ്ട് അർജുന ആദിയായി. കുഞ്ഞുമോളുടെ ഉത്സാഹം കണ്ട് അവിടെ കഴിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നുണ്ട്. പാവം, അവൾ കുട്ടിയല്ലേ, അവൾക്ക് എന്തറിയാം? പറയ്, ചേച്ചിയോട് ഇഷ്ടമാണോ? സാഹചര്യം മനസ്സിലാക്കി അവൾ പിന്നെ ചോദിച്ചത് പതുക്കെയാണ്. ചേച്ചിയോട് എനിക്കിഷ്ടമാണ്. ചേച്ചിക്ക് എന്നോട് ഇഷ്ടമാണ്. ചേച്ചി എൻ്റെ ഭാര്യയാണ്, ഞാൻ ചേച്ചിയുടെ ഭർത്താവാണ്. ഞാൻ ഈ കുഞ്ഞുമോളുടെ ഒരേ ഒരു അളിയനാണ്. പറഞ്ഞു തീർന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ 5 വിരലുകൾ മടക്കി കഴിഞ്ഞിരുന്നു. അർജുൻ നോക്കുമ്പോൾ കുഞ്ഞുമോൾ അനങ്ങാതെ ഇരിപ്പ. ആ കണ്ണിലെ കൃഷ്ണമണി പോലും ഇളകുന്നില്ല. കുഞ്ഞുമോളെ, മെഴുകു പ്രതിമയെപ്പോലെ തോന്നുന്ന ആ മുഖത്തേക്ക് ഉറ്റു കൊണ്ട് കയ്യിൽ തട്ടി അർജുൻ വിളിച്ചു. തോമസും ലിസിയും വന്ന സംസാരങ്ങൾ കേട്ടു നയന മെല്ലെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. ഉറക്കത്തിൻ്റെ ആലസ്യം അവളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പാതി അടഞ്ഞ മിഴികളോടെ അവൾ ദുഃഖം നിറഞ്ഞ കണ്ണുകളോടെ തന്നെ അങ്ങനെ കണ്ടു നിൽക്കുന്ന തോമസിനെയും ലിസിയെയും നോക്കി. കോശിച്ചായൻ? ത്രേസ്യയെ നോക്കി ലിസി തിരക്കി. ഐസ്യുവിലാ, ത്രേസ്യ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാലും എൻ്റെ ചേട്ടത്തി, എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. വെളുപ്പാങ്കാലത്ത് ഒരു കൂട്ടം ആൾക്കാർ ഓടി വരിക, വീട് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാലും ആ സമയത്ത് നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു. തോമസിൻ്റെ വാക്കുകളിൽ നിരാശയും ദേഷ്യവും കലർന്നിരുന്നു. മുതുകിൽ കൈ അമർത്തിപ്പിടിച്ച് ശരീരം അല്പം മുന്നോട്ടാഞ്ഞ അയാൾ ആ മുറിയിലൂടെ അസ്വസ്ഥനായ ആലോചനയോടെ ഉലാത്തിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ ആ നടത്തമൊന്ന് നിലയ്ക്കും. പറയാനുള്ളത് പറഞ്ഞു തീർക്കാൻ വേണ്ടി മാത്രം. വാക്കുകൾ തീർന്ന വീണ്ടും ആ മുറിയിലൂടെയുള്ള നടപ്പ് തുടരുകയായി. ലിസി ത്രേസ്യയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തോളിൽ ചേർത്തിരുത്തി. അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. കാലുകളുടെ അവസ്ഥ കാണുമ്പോൾ നെഞ്ച് പൊട്ടുന്നുണ്ട്. നമ്മുടെ വീട് പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ സഹിക്കില്ല, നെഞ്ച് തകർന്നു പോവും. തോമസ് കണ്ണുകൾ അടച്ച് തല കുടഞ്ഞു. അവർ വീട് 2 ഭാഗവും അടച്ചുപൂട്ടി മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ടു. ഞാനും എൻ്റെ കുഞ്ഞു രക്ഷക്കായി കുറേ നിലവിളിച്ചു. ആരും ഞങ്ങളുടെ വിളി കേട്ടില്ല. ത്രേസ്യ അപ്പുറത്തെ ബെഡിൽ മിഴി തുറന്ന് കിടക്കുന്നവളെ വേദനയോടെ നോക്കി. അവരുടെ ഉള്ളിൽ അപകടത്തിൻ്റെ ആഘാതവും ആഴവും അങ്ങനെ കിടപ്പുണ്ട്. നയന അവൾക്ക് നേരെ മുകളിൽ കറങ്ങുന്ന ഫാനിനെ നോക്കി കിടപ്പാണ്. കൺകോണിലൂടെ മിഴിനീര് ഒലിച്ചിറങ്ങി. തൊണ്ടയിൽ ഉമിനീര് കെട്ടി നിൽക്കും പോലെ. ആ സമയം അവിടെ വേറെ ഒരു അപകടം ഉണ്ടായി. ഇന്ന് എന്തോ ഒരു ദിവസമാണെന്നാ. തോമസ് മണ്ട തടവിക്കൊണ്ട് ത്രേസ്യയുടെ ബെഡിനരികിലെ കസേരയിലിരുന്നു. വേറെന്താ അപകടം? ത്രേസ്യ നെറ്റി ചുളിച്ച് ശങ്കയോടെ ലിസിയെയും നോക്കി. തോമസിനാണെങ്കിൽ ശ്രോതാക്കൾ അങ്ങനെ എന്തെങ്കിലും ചോദിച്ച് പ്രതികരിക്കണം, എങ്കിലേ പറയാനൊരു ത്വരയുള്ളൂ. ഇല്ലെങ്കിൽ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാ. താഴത്തെ മിനിയുടെ വീടിൻ്റെ പിറകിലെ കൊക്കയിലേക്ക് ഒരു കാറ് മറിഞ്ഞിരിക്കുന്നു. ഓടിച്ചതൊരു പെങ്കൊച്ച. ആ കുട്ടിയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ മരിച്ചു. ചുരുക്കത്തിൽ നമ്മുടെ വീട് കത്തിയതോ ആ കാർ അപകടം എല്ലാം കൂടെ അവിടെ പോലീസും ആൾക്കാരും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പോലീസ് ഉടനെ ഇങ്ങോട്ട് ഒരു വരവുണ്ടാവും. തോമസ് കാലുകൾ വിറപ്പിച്ചു കൊണ്ടിരുന്നു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വന്നപ്പോൾ തുടങ്ങിയതാ റേഡിയോ തുറന്ന പോലെ. അവരൊന്ന് സ്വസ്ഥതയിൽ ഇരുന്നോട്ടെ. ജീവൻ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് സമാധാനിപ്പിക്കേണ്ട ഇടത്താ പോലീസൊന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നത്. ചേട്ടത്തി, കുഞ്ഞുമോൾ എന്തിയെ? ലിസി തോമസിനെ തറപ്പിച്ച് നോക്കിയ ശേഷം ത്രേസ്യയോട് ചോദിച്ചു. അപ്പോഴാണ് അവരുടെ മനസ്സിലും അങ്ങനെ ഒരാളുടെ ഓർമ്മ വന്നത്. അവള്. ത്രേസ്യ ചുണ്ടിൽ വിരൽ വെച്ചു. നയനയും അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ത്രേസ്യയുടെ മറുപടിക്കായി കാതോർത്തിരിക്കുന്ന 3 പേരുടെ ഇടയിലേക്ക് അവൻ വന്നു, സഹോദരിയെ തോളോട് ചേർത്തുകൊണ്ട്. അവനെ കണ്ടതും നയനയുടെ മിഴികൾ വിടർന്നു വന്നു.
അവൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അർജുൻ അവളെ തടഞ്ഞു. നോട്ടം അവിടെയല്ലെങ്കിലും കൂടി അവളുടെ ഓരോ അനക്കവും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അർജുൻ അവളുടെ കൈത്തൊടയിൽ പതിയെ തൊട്ടു. പുള്ളിമുറിവേറ്റ ഭാഗത്ത് തലോടി. ത്രേസ്യയും ലിസിയും തോമസും പകപ്പോടെ പരസ്പരം നോക്കി. കുഞ്ഞുമോൾ ഓടി ത്രേസ്യക്കരികിലെത്തി. അവൾ പിടിച്ചിരുന്ന ആ വലിയ പൊതി അമ്മച്ചിയുടെ കയ്യിലും കൊടുത്തു. പക്ഷെ ആരുടെയും ഒരു നോട്ടം പോലും കുഞ്ഞുമോൾക്ക് നേരെയില്ല. മുൻപിലെ ബെഡിൽ കിടക്കുന്നവളുടെയും അവൾക്കരികിൽ കുമ്പിട്ട് നിൽക്കുന്നവൻ്റെയും പ്രണയപരിചരണം കണ്ടും പരിസരം മറന്നു നിൽക്കുകയായിരുന്നു മൂവരും. അർജുൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അതരങ്ങൾ വിറകൊണ്ടു. ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല, പറയാനും. അവൻ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തലോടി. അവനെ തന്നെ നോക്കി നിന്ന നയന തങ്ങളെ ശ്രദ്ധിച്ചു നിൽക്കുന്നവരിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിച്ചു. അവളുടെ മിഴികളുടെ ഭാഷ അറിഞ്ഞതും അർജുൻ വലകൈകൊണ്ട് മിഴിക്കോണിൽ വന്ന് ഒളിച്ച മിഴിനീരിനെ തൂത്തുകൊണ്ട് പിറകിലേക്ക് തിരിഞ്ഞു നിന്ന് അവരോടൊന്ന് പുഞ്ചിരിച്ചു. നയനയുടെ ഫ്രണ്ടാണ്. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതൊക്കെ ഈ കൊച്ചനാണ്. തോമസിൻ്റെ ആ ഇരുത്തം കണ്ട് ത്രേസ്യ പറഞ്ഞു. ഇല്ലെങ്കിൽ നയനയെ അവർ സംശയിച്ചാലോ? അർജുൻ കൈകെട്ടി നിന്നുകൊണ്ട് തോമസിൻ്റെ ഇരയാവാൻ തയ്യാറെടുത്തു. ഈ സന്ദർഭം അവൻ പ്രതീക്ഷിച്ചിരുന്നു. ഇവൻ ഇന്നലെ മിനിഞ്ഞാന്ന് അവരുടെ മുമ്പിൽ നിന്ന് മാറി നിന്നതും തിരിച്ചു വന്ന് നെറ്റി ഉഴിഞ്ഞും തോമസ് ആലോചിക്കുകയാണ്. പോരട്ടെ ഇളയപ്പാ, അർജുൻ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരുന്നു. നയൻ അവനെ തുറിച്ചു നോക്കി. എന്നാൽ അവളിലേക്കുള്ള കുഞ്ഞുമോളുടെ നോട്ടം കണ്ട് നയൻ ഒന്ന് പതറി. അവളുടെ പുരികക്കൊടികൾ തിളങ്ങി. ആ നോട്ടത്തിൽ ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ളതായി തോന്നിപ്പോകും. അർജുനല്ലേ? ലോഡ്ജിൽ നിന്നിറങ്ങിയോ? ആവശ്യം വല്ലതും വന്നിരുന്നെങ്കിൽ എന്നെ വിളിക്കായിരുന്നില്ലേ? അത്രമേൽ പരിചിതനോടുള്ള തോമസിൻ്റെ ഇടപെടൽ കണ്ട് ത്രേസ്യ അന്താളിച്ച് നിന്ന്. ത്രേസ്യ മാത്രമല്ല, ലിസിയും. നയന തല ചെരിച്ച് അവനെ നോക്കി. അവൾക്കാണെങ്കിൽ എഴുന്നേറ്റ് ഓടാനാണ് തോന്നുന്നത്. പിടിക്കപ്പെടാൻ പോകുന്ന ഈ നിമിഷം വിചാരണയ്ക്ക് വിധേയയാകാൻ വേണ്ട തയ്യാറെടുപ്പുകൾ പോലും എടുക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലായിപ്പോയില്ലേ? അലിവ് തോന്നിയിട്ടെങ്കിലും അമ്മച്ചി തല്ലില്ലെന്ന് ആശ്വസിക്കാം. അർജുൻ കൂസലേതുമില്ലാതെ ഒരു ചെറു പുഞ്ചിരിയോടെ നിന്നു. എതിർ നിൽക്കുന്നവരിൽ തന്നെ എതിരിടാൻ പാകത്തിലൊരു ശക്തനില്ലെന്ന് അവൻ എപ്പോഴോ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിലും അവനാരെയാ ഭയം? പഞ്ഞിക്കെട്ട് പോലെ പതുപതുത്ത മനസ്സുള്ള നിഷ്കളങ്കർ, അതാണിപ്പോൾ തനിക്ക് ചുറ്റുമുള്ളവർ. ഇളയപ്പയ്ക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ. ഗുഡ് ബോയ്. അർജുൻ തോമസിൻ്റെ തോളിലൊന്ന് തൊട്ട് അഭിനന്ദിച്ചു. അയാളുടെ മുഖം ആത്മനിർവൃതി കൊണ്ട് തിളങ്ങി. പിന്നെ ഓർത്തെടുത്ത് പറയാൻ, ഇത് 10 ആണ്ട് മുൻപ് നടന്ന കാര്യമാണല്ലോ. ഞാൻ അവളുടെ ദേഷ്യവും സങ്കടവും പല്ലിൽ എരിയിച്ചു. അവൻ്റെ കൂസലില്ലായ്മ അതാണ് അവളെ ചൊടിപ്പിച്ചത്. തോമസ് ചായനെ എങ്ങനെ ഈ പയ്യനെ അറിയും? ലിസിയുടെ ചോദ്യമാണ്. അങ്ങനെ ഒരു സംശയം നയന ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഉണ്ടല്ലോ. തോമസിൻ്റെ മറുപടിക്കായി അവർ അക്ഷമയോടെ നിന്നു. ലോഡ്ജ് നോക്കി വന്നൊരു പയ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ ചേട്ടത്തി? അതീ അർജുനാ? എന്തോ പേയ്മെൻറ്റ് കിട്ടാനെന്തെന്ന് പറഞ്ഞിരുന്നല്ലോ, കിട്ടിയോ? തോമസ് അവനോട് ചോദിച്ചു. അതൊക്കെ ഇന്നലെ രാത്രിയിലേ കൈപ്പറ്റി. നയനയെ നോക്കി അവൻ ഒറ്റക്കണ്ണിറക്കി. അവൾ മുഖം വെട്ടിച്ചു. ഇയാൾ നയന കൊച്ചിൻ്റെ ഫ്രണ്ടായിരുന്നല്ലേ? അറിഞ്ഞില്ല. ചോദിക്കുമ്പോൾ തോമസിൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ഫ്രണ്ടല്ല ഇളയപ്പാ, ഭർത്താവാ. കർത്താവേ, ഇത് എവിടെ നിന്നാ ശബ്ദം? തുടരും. ഇനിയാണ് ബഹളങ്ങളുടെ ഒരു മേളം തന്നെ തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾ കാത്തിരിക്കണം. പാർട്ടുമായിട്ട് ഞാൻ ഉടനെ വരാം. താങ്ക് യു.